ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ കുറച്ച് എണീക്കാൻ ലേറ്റായി കേട്ടോ. ഷാനു ഇല്ല. ഷാനു എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെ പോയിരിക്കുകയാണ്, ഒറ്റപ്പാലം. അപ്പോൾ സ്കൂളും ഇല്ല, മദ്രസയില്ലല്ലോ, അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡും ഇല്ല. ഹസ്ബൻഡ് 3 മണിക്ക് എണീച്ച് ട്രിപ്പ് പോയി. അപ്പോൾ എനിക്കിപ്പോൾ എണീച്ചിട്ട് വലിയ പണികളൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആവാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈകി എണീക്കാനായിട്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തൃശ്ശൂരൊന്ന് പോകണം പ്രൊഡക്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ചേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ 2 വീലറിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ, വേറെ ആർക്കും പ്രൊഡക്റ്റ് വേണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ 2 വീലറിൽ പോവാണ്. അപ്പോൾ ജലദോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കേ. പണിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കോഴിനെയൊക്കെ ഞാൻ നേരത്തെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എണീച്ച് ഒരു 6 മണിയാകുമ്പോൾ തന്നെ എണീച്ചിട്ട് കോഴിനെയൊക്കെ തുറന്നിട്ടു. എന്നിട്ട് അവർക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പോയി കിടന്നത് അങ്ങനെ. അപ്പം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കോഴിക്ക്. ഇത് കണ്ടില്ല എൻ്റെ ചെടികളുടെയൊക്കെ അവസ്ഥ. കംപ്ലീറ്റ് കോഴി കൊത്തി തിന്നിരിക്കും. ഇവിടെ നാരങ്ങ ചെടിയൊക്കെ എത്തണത് വരെ കോഴി തിന്നിട്ടുണ്ട്. മുകളിലൊക്കെ തഴച്ച് നിൽക്കുന്നുണ്ട്. എത്തണത് വരെ കോഴി കൊത്തി തിന്നിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഇങ്ങനെ ഓരോ ഗർത്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചവിട്ടിയ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ പോകുമെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇങ്ങനെ ഞാൻ അടിപൊളിയായിട്ട് സൂക്ഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ മുറ്റമാണ് ഇപ്പോൾ ഈ സ്ഥിതിയായിരിക്കുന്നത്. ഇതെൻ്റെ പണ്ടത്തെ ഫോട്ടോ ആണ് കേട്ടോ. ഇത് കുറേയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു 10 മണി പൂവ് നിൽക്കുമ്പോൾ സൂപ്പറായിരുന്നു കാണാനായിട്ട്. ഇനി കോഴി കാരണം എനിക്ക് ചെടികൾ വെക്കാൻ പറ്റാത്തൊരു സങ്കടം മാത്രമല്ല ഉള്ളത്. അയ്യോ, എനിക്ക് സിറ്റ് ഔട്ട് തുടച്ച് എനിക്ക് മതിയായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, കീറാതാ. അയ്യോ ഇതൊക്കെ കാണാൻ വയ്യ. പിന്നെ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ തുടയ്ക്കാനുള്ള പരിപാടിയിലേക്കായിട്ട് നിന്നത്. ഹലോ. റെഡി ആയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ റെഡി ആവുന്ന ടൈമിൽ വിളിക്കാൻ. ഞാൻ റെഡി ആയിട്ടാ. റെഡി ആയാ? റെഡി ആയി, ഇറങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പൊ ഇറങ്ങുമ്പോ ഒന്ന് വിളിക്ക്. ഓക്കെ. അപ്പം ഇനി ബാക്കി പണികളൊക്കെ ഞാൻ പെൻഡിങ് വെച്ചുകൊണ്ട് ചേച്ചി വിളിച്ചു. അപ്പം ഇനിയിപ്പോൾ തുണി ഉണങ്ങാൻ വിടണം, പക്ഷെ അതിനുള്ള ടൈം കിട്ടും തോന്നുന്നില്ല. ഓക്കെ, നോക്കാം. പിന്നെ ഗോതമ്പ് പുട്ടും കൂടെ കഴിച്ചു.
ശരി ടോളി. പിന്നെ പാർലറിലോട്ട് ഈ ടർക്കിയൊക്കെ കൊണ്ടുവയ്ക്കണമായിരുന്നു. അപ്പോൾ പാർലർ എത്തി, ഷട്ടർ തുറന്ന് ടർക്കിയൊക്കെ അവിടെ വെച്ച് അഞ്ചു ചേച്ചിയുടെ ഒരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ പാർലറിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റൊക്കെ എടുത്ത് പോവാമെന്ന് വിചാരിച്ചു. അതാ ചേച്ചി അവിടെ എത്തിയിട്ടുണ്ട്. കിച്ചു കൊണ്ട് ഇറക്കി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ താഴെ ഇറങ്ങട്ടെ കേട്ടോ. ഫോൺ ഞാൻ പിടിക്കാം. അപ്പോൾ ഇനി കുറച്ച് ദൂരം ഇനി ചേച്ചി വണ്ടി എടുക്കാൻ പോവാണ്. പിന്നെ നമ്മൾ 2 വീലറിൽ വന്ന ഇതാണ് കേട്ടോ ഒരു ഉപകാരം. നമുക്ക് ടോൾ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല, സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോവാം. കാറിലാണെങ്കിൽ ആ ഒരു ചാർജും കൂടെ എക്സ്ട്രാ നമുക്ക് പോവും ഉണ്ടാവുമ്പോൾ ആ പ്രോബ്ലം ഇല്ല. പിന്നെ പോണ വഴിക്ക് ഇങ്ങനെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ ചെരുപ്പ് ഇടാതെ നടന്നു പോണത് കണ്ടു കേട്ടോ. അയ്യോ, അത് വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഈ ചെരുപ്പ് ഇടാതെ അങ്ങനെ നടക്കുമ്പോൾ ചൂട്, റോഡിൻ്റെ ചൂട്, കാല് പൊള്ളുക. നേരത്തെ നോക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ്. ഈ മലയിൽ അതൊരു കത്തി കണ്ട. വഴിതെറ്റി വന്നത്. സ്ട്രൈറ്റ് റോഡിൽ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. വഴിതെറ്റി എത്ര അതെടുക്കണം. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയി പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പർച്ചേസും കഴിഞ്ഞു. വേണ്ട, ഞാൻ എന്തൊക്കെ പറയും? എന്തോ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ അങ്ങനെ രജിസ്ട്രേഷന് ഉച്ച വന്ന് കൂട്ടിയിട്ട് പോയി. എങ്ങനെ ഒന്നും കൂടെ പറ, അയാൾക്ക് അയച്ചു കൊടുക്കട്ടെ. ഒന്നുകൂടെ പറ. എന്ന് വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരുവേ, എട്ടിടാനുള്ള കമ്പിയും കൊണ്ടുവരാൻ പറയട്ടെ. പിന്നെ പ്രൊഡക്റ്റൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ എനിക്ക് കുറച്ച് കണക്കൊക്കെ എഴുതാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എഴുതി. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്റ്റിച്ച് ചെയ്തു. പിന്നെ എനിക്ക് ജിമ്മിൽ പോയിട്ട് ഇന്നലെ ലെഗായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എണിച്ച് നിൽക്കുമ്പോഴും പെട്ടെന്ന് ഇരിക്കുമ്പോഴൊക്കെ കാല് നല്ല വേദനയായിരുന്നു. അതിനു വേണ്ടി ഇവിടെമാര് ചെയ്യുന്നുണ്ടോ? ഭ്രാന്തിയാണ് ശരിക്കും. നീയും മുണ്ടാന്ന് ചിരിക്കുന്നില്ലേ? നീയും ഭ്രാന്തിയാണ്. അവള് ഡീസൻ്റായിട്ട് നിൽക്കണം. ഓക്കേ, താങ്ക് യു. ഇത് കണ്ടില്ലേ, രാവിലെ ഞാൻ കംപ്ലീറ്റ് തുടച്ചിട്ടിട്ട് പോയതാ. ഇതാ ചവിട്ടിയിൽ വരാം. എനിക്ക് മതിയാവണുണ്ട്. ഇനി വൈകിട്ട് വന്നാലുള്ള ഡ്യൂട്ടി. തുണികളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങാനിട്ടു. ഇനി അടുത്തതിന് കോഴികളൊക്കെ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോള് വന്നു. എല്ലാ കോഴിനെയും പിടിച്ച് കയറ്റണം.
ഇവിടെ എല്ലാം ഉണ്ടല്ലോ, ഒന്നും പുറത്തൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ അതിനെ കയറ്റട്ടെ. വേണ്ട, ഇതാണ് എൻ്റെ ആയുധം. കോഴിനെ കയറ്റാനുള്ള ആയുധം. എനിക്കിതിനെ പിടിക്കാനൊക്കെ പേടിയാണ് കേട്ടോ, കോഴിനെ. അപ്പോൾ ഞാൻ ഈ ആയുധം വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുണ്ടാ, ഈ കോഴിന് എന്താണെന്നറിയാം കാല് കെട്ടിയിട്ടിരിക്കുന്നത്, ചങ്ങലക്കിട്ടിരിക്കുന്നല്ല സംഭവം. ഈ കോഴിനെ അഴിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ള കോഴികളിനെയൊക്കെ കൊത്തി 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 ചോര വരാൻ വയ്ക്കുക. നല്ല കുറുമ്പുള്ള കോഴിയാണത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇങ്ങനെ കെട്ടിയിടും. ഇത് കണ്ട, ഇതിലിങ്ങനെ കെട്ടിയിടും. അപ്പോൾ അത് ഇവിടെ മാത്രം നിന്ന് ഇങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ട് നടക്കും. ഇതിനെ അഴിച്ചു വിടാൻ പറ്റാത്ത ഐറ്റമാണിത്. നോക്കണുണ്ടോ, നോട്ടം ബ്ലഡി ഫുൾ. അവിടെ നിന്നവിടെ വറു. ആ താറാവ് ഗുഡാണ്, ഗുഡ്. താറാവ് കയറിക്കഴിഞ്ഞു. നെക്സ്റ്റ് അതാ 2 മുട്ട. കോഴി അടിയിൽ പോയിട്ട് മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ അതെടുക്കാം. കയറി നിങ്ങൾ കയറി. അതിലല്ലോ, നിന്റെ വീട് ഇതല്ലേ, ഇത് അവരുടെ വീടല്ലേ. ഇറങ്ങും. ഇത് അവരുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങൾ കയറിയിരിക്കേ, സമ്മതിക്കില്ല. ഈ കോഴിക്ക് എപ്പോഴുള്ള പണിയാണിത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ പറന്ന് കയറൂ. അങ്ങനെ ഞാൻ വളരെയധികം സാഹസികതയൊക്കെ അനുഭവിച്ച് കോഴികളിനെയൊക്കെ അടച്ചു. പിന്നെ ഇതാ 2 മുട്ട, അതിൻ്റെ അടിയിലുള്ള മുട്ടയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ചാടിക്കയറി ഞാനത് എടുത്തു. പിന്നെ നിങ്ങൾക്കൊരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. കോഴിമുട്ട ഉണ്ടല്ലോ, ഇത് സാധാരണ നമ്മൾ വിരിയിപ്പിക്കണത് കോഴി മുട്ടയിടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഒരു പാത്രത്തിലോ എവിടെയെങ്കിലും എടുത്തു വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് അണ കിടക്കുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ടയൊക്കെ കൊണ്ടുവച്ചിട്ട് അണ വെച്ച് വിരിയിപ്പിക്കണം. 21 ദിവസം ആകുമ്പോൾ അത് വിരിയണം. ഇതാണ് നോർമലി സംഭവിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊരു അത്ഭുതം നടന്നു. അത് ആരോ, ഈ ഫാം നടത്തുന്ന ആരോ പറഞ്ഞാണ്, ഈ കോഴിമുട്ടയില്ലേ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ 6ാമത്തെ കോഴിമുട്ടയായി. ഈ കോഴിമുട്ട ഫുള്ള് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ അണ ഇരിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് അത് മുട്ട എടുത്തൊരു കുറച്ച് നേരം വെളിയിൽ വെക്കുക. ഒരു 2-3 മണിക്കൂർ വെളിയിൽ വെച്ചിട്ട് അതിന് ശേഷം അണയിരുത്തിയെന്ന് പറഞ്ഞാൽ ആ കോഴിക്കുഞ്ഞ് വിരിയും, ആ കോഴിമുട്ട വിരിയും, കോഴിക്കുഞ്ഞ് വെളിയിൽ വരും. അതിന് തെളിവാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനൊരു ഫാമിലത്തെ ആൾക്കാർ പറഞ്ഞതാണെന്ന്. ഇപ്പോഴത്തെ ചൂടിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വിരിയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. കംപ്ലീറ്റ് അയ്യോ, ഇത് എൻ്റെ ഉള്ളിൽ പോയി കിടക്കുന്നു കേട്ടോ. 5 കോഴിക്കുഞ്ഞുണ്ട്. ഒന്ന് കരിങ്കോഴിൻ്റെയും
ബാക്കി 4 നമ്മുടെ. അങ്ങനെ 5 കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. സത്യമാണ് കേട്ടോ അത്. ഞാൻ കണ്ടറിഞ്ഞാണ്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാദ്യം. പക്ഷേ അത് കണ്ട് ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞപ്പോഴാണ് ഞാനത് വിശ്വസിച്ചത്. അത്രയും ദിവസം ഞാൻ എൻ്റെ ആളിനെ ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവസാനം അത് വിശ്വസിക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പത്തിയൊക്കെ കൊളുത്തി വയ്ക്കാൻ പോവാണ്. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചിട്ട് എടുക്കണത്. കറക്റ്റായിട്ട് അത് കൊളുത്തുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ വീട്ടിൽ സനുവിൻ്റെ ഉമ്മാവും വാപ്പാവും കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട്. അതാണ് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ അറിയാണ്ടിരുന്നത്. വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് അവർ വൈകി പോകാനായിട്ട് അവർ പോയി കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് വന്നു, ഫുഡ് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫൈനലായിട്ടൊന്നും ഇല്ല അതിൽ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.